പത്രത്തിലെ വാർത്തകളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാലേ പണ്ടത്തെ പോലെയല്ല. വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയധികം ആൾക്കാർ അല്ല ഞാൻ കാണിച്ചത് ഈ വാർത്ത ഒന്ന് കണ്ടോ. ഏകദേശം 10 വർഷം എൻ്റെ ഒരു ഫ്രണ്ട് കൃഷ്ണൻ, ഞങ്ങൾ കിണ്ണനെന്ന് വിളിക്കും. അവൻ്റെ ഫാമിലിയായിട്ട് US ചെയ്യുന്ന, അവർ US സ്ഥിരതാമസമായിരുന്നു. അവർ US ചെയ്യുന്ന മക്കളെയും കൂട്ടിയിട്ട് അവൻ കേരളത്തിലേക്ക് വന്നു. അവനിവിടെ തിരുവനന്തപുരത്ത് തന്നെ കുറച്ച് മാറി കുറച്ചൊരു മലയോര പ്രദേശത്ത് അവനൊരു സ്ഥലം വാങ്ങി ഇവിടെ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. മക്കളെല്ലാം ഗവൺമെൻറ് സ്കൂളിലാക്കി. അവൻ ആഗ്രഹിച്ചിരുന്നത് മക്കളെല്ലാം മണ്ണിൽ ചവിട്ടി ജീവിക്കണം, മണ്ണിൽ തൊട്ട് ജീവിക്കണം. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കേരളം, അതെല്ലാം അവർ അനുഭവിക്കണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. കുറേ നാൾ പോയി. ഇരട്ട കുട്ടികളാണ്, അവരെ വിളിക്കുന്നത് ആൽഫയെന്നും ബീറ്റയെന്നുമാണ്. വളരെ രസകരമായ പേരുമാണ്. 2 ആൺകുട്ടിയും പെൺകുട്ടിയാണ്. പെൺകുട്ടി വളരെ ബബ്ലി ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, വളരെ രസകരമാണ്, ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു കുട്ടിയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അവൻ്റെ മകൻ 2 വീലർ ലൈസൻസ് എടുത്തു. എന്നിട്ട് അവനിങ്ങനെ 2 വീലറിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവൻ എന്നെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ മകനും മകളും ഇങ്ങനെ ഒരുമിച്ച്, എൻ്റെ ഭാര്യയും നമ്മൾ കുടുംബമായിട്ട് നമ്മൾ 4 പേരും എത്രയോ ദൂരങ്ങളിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മോളിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. 9 വർഷം മുമ്പ് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഫംഗ്ഷന് പോയതാണ്. അവിടെ നിന്നുള്ള വെള്ളം കുടിച്ചു, അത് കോളറയ്ക്ക് കാരണമായി മരണപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കോളേജിലെ എല്ലാ കുട്ടികളും ഒരൊറ്റ ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത്രയും പേരാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ കുടിക്കുന്ന വെള്ളം മലിനമായതിൻ്റെ പേരിൽ മരണപ്പെട്ടത്. ദിസ് ഈസ് ടു അലാമിങ്. നിങ്ങളെല്ലാവരും വെള്ളം തിളപ്പിച്ചാറ്റി മാത്രം യൂസ് ചെയ്യുക, ശുദ്ധമായ ജലം മാത്രം യൂസ് ചെയ്യുക, അതിനുള്ള വഴികൾ കണ്ടെത്തുക, എല്ലാവരും അത് ചെയ്യുക. എൻ്റെ സുഹൃത്തിൻ്റെ മകൾക്ക് പറ്റിയൊരവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകരുത്. ഞാനിപ്പോൾ ഉണ്ടാക്കി പെട്ടെന്ന് ചായ കുടിച്ചുകൊണ്ട് സമയത്ത് ഉണ്ടാക്കിയൊരു കഥയാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ 2.64 കോടി 9 വർഷം 600 മരണത്തിനേക്കാളെല്ലാം കൂടുതൽ ഇൻറ്റൻസിറ്റി ഈ സ്റ്റോറിക്കുണ്ട്. സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മക്കൾക്ക് ശുദ്ധമായ ജലം മാത്രം കൊടുക്കുക. ഇങ്ങനെയുള്ള ജലജന്യ രോഗങ്ങളെ നമ്മുടെ പടിക്ക് പുറത്തു നിർത്തും.